മാച്ചി ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നീനയും കൂടിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം. നിങ്ങൾ ഇവിടെ പോയിരുന്നു കുറേ നേരമായി. ഓ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ തിരിച്ച് DC യിലേക്ക് പോയിരുന്നു. പെൻസിൽവാനിയയിൽ പോയാ? ചോറ് വെച്ചിട്ട് അവിടെ കുറച്ചേ തിളച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ മണം വരുന്നത്. നീ അമ്മ ഓവൻ ഓണാക്കിയിട്ടുണ്ട്. മറ്റേ ആ ബീഫിന്റെ അത് വെക്കണ്ടേ? എന്നിട്ട് തലയിൽ നല്ല ദിവസം ഉണ്ടല്ലോ. എവിടെ നിന്ന് കിട്ടിയ സ്ട്രോബെറി? എനിക്ക് ചെറിയുടെ ഉണ്ട്, എനിക്ക് സൺഫ്ലവർ ഉണ്ട്, ഡേസി ഉണ്ട്. അതെ ചെറിയ അല്ല സ്ട്രോബെറി എല്ലാവരും തലേന്നെടുത്തോണ്ട് നോക്കിക്കോ. പാല് നീ നമുക്ക് വരുമ്പോ വാങ്ങാം. അലീന എന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണേ? ആ അലീന സ്പെഷ്യൽ മാച്ചല്ലേ? മാച്ച ഉണ്ടാക്കണേ? ഇവള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു നീ മാച്ചി എടുക്കാൻ വേണ്ടി. നീനയുടെ നിരീക്ഷനുണ്ട്. മെഡിസിൻ വാങ്ങിച്ചിട്ടുണ്ടാ? കഫ് ഡ്രോപ്പ്. ഓക്കെ. നീനക്ക് ഒരു ചെറിയൊരു കോൾഡൊക്കെ വന്നിട്ട് ഇരിക്കുകയാണ്. ഇവിടെ പാത്രങ്ങളൊക്കെ ഞാത്തിരുന്ന സാധനമായിട്ട് ഇവിടെ നമ്മള് ഇതേ നീയുടെ പാത്രം അവിടെ ഞാത്തിയിട്ടിട്ടുണ്ട് ഇവിടെ. പോകുമ്പോ എടുക്കാൻ മറക്കണ്ട. കണ്ടില്ലേ സാധനമാണ്? ചീസ്. ഓ ഫ്രഷ് ചീസാണോ? ഫ്രഷ് ചീസും പിന്നെ ഇത് എന്നിട്ട് വാങ്ങിച്ചാണ് ബ്രെഡാ ബേഗിളോ? ബോത്തുണ്ട്. ഓക്കെ. ബ്രെഡും പിന്നെ ബേഗിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു. മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചിട്ടിരിക്കണം. Papa looks really good. It's behind the muffins. What are we getting? Butter. അയ്യോ മറ്റേ സാധനം ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട്. So cute. നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നു. തീ കുറച്ച് മറ്റേത് ഓവൻ ഓണാക്കി വെച്ചിട്ടുണ്ടാകും. അത് വെക്കട്ടെ? ബീഫിൻ്റെ അത് വെക്കട്ടെ? ലച്ചി നമ്മുടെ നാട്ടില് റംബൂട്ടാനും ലച്ചി വ്യത്യാസല്ലേ? റംബൂട്ടാൻ ഇതല്ല കുറച്ചും കൂടി clean. മധുരം ഉണ്ടോ? It's very warm in here. It smells good. Beef one. Beef എടുക്കാം. Oh, the fresh box. Freezer-la. Beef freezer-la. When we're done now with it. ഇതിന്റെ ട്രേ അവിടെ ഇരിക്കേണ്ടതാണോ അല്ലേ? നീന അതിന്റെ അടിയിൽ ട്രേ എടുക്കാമോ? ടൈറ്റിലാണ് ഞാൻ എവിടെയല്ലേ? Sorry, I just can't come. What about you? You have to wait. We have to heat the cheese up. What's this lighting? Huh? Oh yeah, not from here. Go figure out another. Can you take it from here? Yeah. നീയുടെ ഫോണാണോ? എന്റെ ഫോൺ പോക്കറ്റിലോ?
അവിടെ ഇട്ട് പോണാന്റെ Is that Alina's? Yeah. No, but is that everything in there? It's the oven behind you. ഓ ഒരു ഓഫ് ചെയ്തേ No. അല്ല ഒരു ഓഫ് ചെയ്തോ It's coming from here. It's coming from underneath here. Oh. ബ്രെഡ് പൊടിച്ചെന്നാ വേണ്ടാ കഞ്ഞി പോണല്ലേ No, mummy. ഈ മേഡം പോണോ ഇത് മറച്ചിട്ടുള്ള സാധനല്ലേ മുട്ട ഫോണല്ല ഒരു മെഷീനാ ഡിഷ് വാഷർ ഡിഷ് വാഷർ ഡിഷ് വാഷർ is done. പോകിട്ടാണോ ഇനി പുക വന്നിട്ട് അലാറം അടിക്കുന്നതാണോ No. സ്മോക്ക് അലാറം I don't think this is smoke alarm. I think that. Oh my god. ഇപ്പൊ അത് മാറിയില്ല It feels like your mom. Yeah. Prepare my day though. അത് ഓരോരുത്തർക്ക് 2 മുട്ട വെക്കണോ എന്നോട് സാധനം ഉണ്ട് അത് You're tired, I can take. I should put that one. Papa, എല്ലാവർക്കും കുരുമുളക് വെച്ചെടുക്ക്. പപ്പയ്ക്ക് വെക്കാം ചീസ് ഒന്ന് മെൽറ്റ് മുട്ട അയ്യോ. Yeah. What is this there? ഇവിടെ വേറെ മുട്ട മുട്ട അവിടെ ബട്ടറിലാണോ ചെയ്യുന്നത് ഞാൻ മുട്ട പറ്റില്ല തീ ഓഫ് ചെയ്യുന്നു No, തീ ഓണാണ് പക്ഷെ നമുക്ക് വേഗം വെച്ചിട്ടുള്ളൂ. Yeah, let's not do that. Let me മുട്ട ഇട്ടേ You know, which one did you want again? The ciabatta. We did everyone get a set. You got the onion bagel, you know. Oh, but that's really considerate of you guys. I just don't like bagels. Actually, Oh. no, this is good. This is the bagel. This is onion bagel. Okay, No, yeah. that's not the bagel, but you can have I that. want that one. Nia, you want bagel then? I'll take this. I'll take the swirl roll. I want ciabatta. She wants the Nia wanted this one. Mommy got this one then. I know you wanted this one. You're getting the bagel. അമ്മയ്ക്ക് ബേഗിളാ എന്താണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തിരക്ക് പിടിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടത് അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബട്ടറൊക്കെ നമ്മൾ അല്ല ബ്രെഡൊക്കെ നമ്മൾ ബട്ടറിൽ അവിടെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നീ അത് ഇവിടെ ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ടോസ്റ്റർ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളിത് ബട്ടറിലിട്ടിട്ട് നമ്മളിവിടെ പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ അടുത്ത് പിന്നെ വേറെ ഓയിലൊന്നും ഇല്ല അല്ല നമ്മൾ ബട്ടറിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ മുട്ട പിന്നെ ചീസ് ഇത് ഫ്രഷ് ആയിട്ടുള്ള ചീസാട്ടോ അപ്പോൾ പോൾസന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് പോൾസൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പോൾസന് തന്നെ പെട്ടെന്ന് വേഗം റെഡിയാക്കി എടുത്തു പക്ഷേ പോൾസൻ്റെ മുട്ട അധികം വെന്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പോൾസൻ്റെ മുട്ട അത് കുഴപ്പമില്ലെന്നാണോ അല്ലേ പോൾസൻ്റെ ഉണ്ണി ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മറിച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചു വെന്തിട്ടുണ്ടെന്ന് വിചാരിച്ചു അലീന എന്തായി അലീനയുടെ കാപ്പിയാ അലീനയുടെ കോഫി റെഡി ആയിട്ടുണ്ട് അലീന എപ്പോഴും മറ്റേ മാച്ചിട്ടിട്ടുള്ള കോഫിയാണ് കുടിക്കുക ഇന്നിപ്പോൾ അവളുടെ ഉണ്ടായിരുന്നില്ല അല്ലേ നീയുടെ കയ്യിൽ ഇരിക്കണ്ടായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് നമ്മൾ ആദ്യം നമ്മൾ പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ നമ്മൾ വിചാരിച്ചു പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ അതെ അടുത്ത് നീയുടെ ഫ്ലിപ്പിംഗ് ആണ് ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അയ്യോ അയ്യോ സാറല്ലോ പോട്ടെ ഇറ്റ്സ് ഓക്കെ അത് നമ്മൾ ക്യാമറയിൽ കാണിക്കാനാണ് പോയത് നേരത്തെ ചെയ്തപ്പോൾ നീ ശരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നീന അതേ ഇവിടെ ബേഗിൾ കട്ട് ചെയ്യണ തിരക്കിലാണ് എനിക്ക് ബേഗിൾ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേടിയാണ് പക്ഷേ അതെല്ലാവർക്കും പേടിയുണ്ടാവും പേടിയുണ്ട്
കയ്യിൽ വെച്ചിട്ട് അവിടെ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എന്തെങ്കിലും സാധനം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേരം. Sorry. അങ്ങനെ പോയ മുട്ട ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It's good mortar. I don't like how you're putting everything on the other. There's no other space. നമ്മുടെ ലിച്ചി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ അതിങ്ങനെ കോമൺ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്ന ഫ്രൂട്ടല്ല കേട്ടോ അത്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കടയിൽ അങ്ങനെ വന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇതിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് നമുക്ക് കടകളിലൊക്കെ നമുക്ക് കാണുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ നമ്മളങ്ങനെ കാണാറില്ല. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇന്നാണ് ഇവിടെ നിന്ന് കഴിച്ചത്. നാട്ടിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. Their seasonings in the. അലീനയ്ക്കും ചുമയുണ്ടല്ലോ, നല്ല ഇടിയും ചുമ. You already never know. The other mango cup? Yeah. Looks like that. I mean, how many slices of cheese do you want? Two. Two slices in here? For you? Yeah. ഇതാ ഇത് ലാസ്റ്റ് Last one. ലാസ്റ്റ് വൺ. എനിക്ക് കിട്ടിയേക്കുന്നത് ബേഗിളാണ്. എനിക്ക് കിട്ടിയേക്കുന്നത് ബേഗിൾ. Yeah. Who wants this mortar? Me? Alina, yes. Oh. Yes. Oh, do you want me to have it? I can move it over. നീനയുടെ ബ്രെഡ് നല്ല രസമുണ്ടല്ലോ. എന്ത് ബ്രെഡ് അത്? എഗ് ബ്രെഡ് ആണ് അത്. I think I don't know. You're tricky. Semolina bread. സമലീന ബ്രെഡ്. What do you want in your thing, Alina? Pepper? സമലോനിയ ബ്രെഡ് എന്ന് പറഞ്ഞാൽ റവയുടെ വല്ല ബ്രെഡാണോ? Roberta. ഓഹോ. Alina, what do you want? Here. പക്ഷേ നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു. Does this go? Semolina മഞ്ഞ കളറില്ലേ? I'm lost. എനിക്ക് അത്രയ്ക്ക് മഞ്ഞ കളറില്ല. പക്ഷേ ഈ അറബി ഫുഡുകളൊക്കെ ഉണ്ടാക്കുമ്പോഴേ അവർ ഇങ്ങനെ റവ എടുക്കുന്നത് കാണുമ്പോൾ നല്ല മഞ്ഞ കളറാണ്. I also want some പക്ഷെ നമ്മളിവിടെ കടയിൽ കിട്ടുമ്പോൾ അത്രയ്ക്ക് ഞാൻ മഞ്ഞ കളർ കാണാറില്ല. അത് ഇതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് സോസൊക്കെ കോരി hot ഒഴിക്കുന്നുണ്ട്. sauce. ഹോട്ട് സോസ്. ഓക്കെ, ഇത് ഇവിടെ ഇരുന്നത്. Yeah. ആ ഓക്കെ. Want some salt? ഇതിൻ്റെ ഉള്ള ലൈറ്റിങ് തീരെയില്ല. ഇതിങ്ങനെ ഒന്നാമത്തേന് ഫുള്ള് വുഡ് കൊണ്ടുള്ള വീട് ചെയ്തേക്കുന്നത്. അതിൻ്റെ നല്ലൊരു മഞ്ഞ കളർ നമ്മുടെ ക്യാമറയിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ലൈറ്റിംഗ് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ ലൈറ്റിംഗ് ഒന്നും ഇട്ടിട്ടില്ല. വാമായിട്ടുള്ള 2 ലൈറ്റാണ് കൂടി ഇട്ടേക്കുന്നത് ആയി കൂടി. Yeah, put them on. അയ്യോ, It's fine, it's fine. Just do it. പോണോ മോളെ? That's enough, that's enough. Because there's some sitting on the top, that's why. Yeah, here, take it. You want it? Yes. We'll put touch of salt in. Oh, do you want meat? പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഒരു ചെറുതൊക്കെ ആയിരിക്കുന്ന സമയത്ത് എല്ലാവരും ഞാൻ തന്നെ ഇരുന്ന് ഉണ്ടാക്കണമായിരുന്നു. ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇവർ തന്നെ എല്ലാവരും പെട്ടെന്ന് കണ്ട് റെഡി ആക്കിക്കോളും. So, is there meat or no? Ready, mommy? I need ice cream today. Ready? നിൽക്ക് ഒരു മിനിറ്റ്. ഓക്കെ, കിട്ടി. ആ, നീക്കത് കറക്റ്റ് അല്ലാണ്ടായിട്ട് വലിയ വിഷമമായിരുന്നു. ഇപ്പം നീ അതിനെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. Here, last piece. Scramble? Yeah. മമ്മിക്ക് വേണം, എനിക്ക് വേണം, മമ്മിക്ക് വേണം. കണ്ട ഞാൻ കട്ട് ചെയ്തോളാം. അപ്പം അങ്ങനെ എന്താ ഇത് നീയുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇത് ഞങ്ങളുടെ അലീന മോളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അലീനയുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും അലീനയുടെ സാൻഡ്വിച്ച് ചെറുപ്പം മുതലേ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. കാരണം ചെറുപ്പം മുതലേ അലീനയ്ക്ക് നമ്മൾ സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരിനൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കും. അല്ലേ അലീന? ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ആ പരിപാടിയല്ലേ? എന്താ പറഞ്ഞേ? ആ, എല്ലാവരും കൂടിയിട്ട് അവൾ ഓരോന്നിനെ ഇങ്ങനെ സോട്ടൊക്കെ ചെയ്തൊക്കെ റെഡിയാക്കിയിട്ട് വയ്ക്കും അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് അലീന കഴിക്കുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അറിയണം അല്ലേ? എല്ലാ സാധനവും എടുത്ത് അതന്നെ ക്വാളിറ്റി കൺട്രോളിങ് ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ നീയുടെ ബ്രേക്ക്ഫാസ്റ്റ്, നീയുടെ സാധനം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇവിടെ. അത് പറഞ്ഞാൽ എനിക്ക് വേണം തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്, ലൈറ്റിങ് വരുന്നില്ല. പിന്നെ നമ്മുടെ നീന മോള് ഇവിടെ പുറത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എനിക്ക് നീരിവിച്ച കേട്ട് റെഡി ആയിട്ട് ഇന്നലെ പിന്നെ അലീനയുടെ സാധനങ്ങളൊക്കെ മാറ്റിയപ്പോൾ നല്ല വെയിലായിരുന്നു. നീനയ്ക്ക് അവിടെ നിന്ന് പോന്നപ്പോഴേ കോൾഡ് ഉണ്ടായിരുന്നു.
ഇത് തുണിയാണല്ലേ കഴുകാനും പറ്റുമല്ലോ ഇത്. നല്ല രസമുണ്ട്. Oh, തലയില്. ആ നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു വെക്കാൻ വേണ്ടിയിട്ട്. Yeah. നമ്മുടെ ക്ലയേഴ്സിൽ കിട്ടുമായിരുന്നു അങ്ങനത്തെ സാധനങ്ങൾ. Yeah. അവിടെ എന്തൊരു ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ പിള്ളേരുടെ സാധനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരി കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. നമ്മുടെ അടുത്ത് കുക്കറൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് കുറേ നേരമായിട്ടുണ്ട്. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കില്ല. ഞാൻ എന്തായാലും ചോറൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോൾ പിന്നെ ടയർഡായി, പിന്നെ സമയം ഉണ്ടാവില്ലല്ലോ. പക്ഷെ വെന്തിട്ടുണ്ട്, ഒന്നും കൂടി വേവാനുണ്ട്. കാരണം നമ്മുടെ ചോറ് അത്യാവശ്യം നന്നായിട്ട് വെന്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് വരില്ല. ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ. ഇനി അപ്പോൾ ചായ ആർക്കൊക്കെ വേണം? കോൾസന്റെ ചായ വേണോ? കോൾസട്ടെ നിങ്ങൾക്ക് വേണോ? എനിക്ക് വേണം. So 3 chayas. 3 chayas. Oh, എനിക്ക് കുറച്ച് ഏലക്കായ തരാണ്ട്. ഏലക്കായ കൊണ്ടൊന്നില്ല മീൻ. എനിക്ക് വേണം. നീ കൊണ്ടൊന്നല്ലേ എനിക്ക്? Yeah. എനിക്ക് എന്റെ ചായക്കായ ഇഷ്ടമാണ്. There's cinnamon too. I don't like cinnamon. It's not great. It's okay. ഇത് വെക്കാമോ? അതോണ ഓണല്ല, പ്രശ്നമാണ്. ഈയടുപ്പിന്റെ അല്ലേ? ഇതാണോ? ഇതാണോ? ഇത് കറണ്ടിന്റെ സ്റ്റൗ ആട്ടാ. ഇതാകുമ്പോ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് നല്ല എളുപ്പമാണ്. ഇവിടെ നാട്ടില്, പക്ഷെ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഗ്യാസിന്റെ അല്ല ഉപയോഗിക്കുന്നത്. ഇതേപോലത്തെ കറണ്ടിന്റെ അധികം ഉപയോഗിക്കാറില്ല എന്നാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് എല്ലാ പാത്രങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കൂടുതലും അടിയിൽ ഇങ്ങനെ പരന്നിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അങ്ങനത്തെ പാത്രങ്ങൾ കൂടുതൽ വെക്കാം. നമ്മുടെ മൺചട്ടിയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ നന്നായിട്ട് ഇരിക്കും. കാരണം ഇങ്ങനെ സൈഡിലേക്കൊന്നും ചൂട് അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പാത്രങ്ങൾ നല്ല ഭംഗിയിലിരിക്കും. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇങ്ങനത്തെ സ്റ്റൗവാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. കാരണം അവര് നമ്മളെ പോലത്തെ ഇങ്ങനെ ചട്ടി അങ്ങനത്തെ ഒന്നും വെക്കൊന്നുമില്ല. പിന്നെ അവർക്ക് അങ്ങനെ ഒരുപാട് കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇതാകുമ്പോൾ ഇതിന്റെ ടോപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല എളുപ്പമാണ് അല്ലേ. ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. നമ്മുടെ ഗ്യാസിൻ്റെ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തിയൊക്കെ ഇരിക്കുമല്ലോ, അതൊക്കെ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് തുടക്കുന്നത് വെച്ചാൽ ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പക്ഷെ നമ്മുടെ മൺചട്ടി, അപ്പച്ചട്ടി അങ്ങനെയുള്ള ചട്ടികളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചായപ്പൊടിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ചായപ്പൊടിയല്ല, ഇത് ഇവിടെ ഇരുന്ന ചായപ്പൊടിയാണ്. പക്ഷെ കുഴപ്പമില്ലട്ടാ, ഇത് ടീ ബാഗാണ്. പക്ഷെ ഞാൻ പൊടിച്ചാണ് ഇടുന്നത്. അതായത് നമുക്ക് ചായക്ക് ഒരു ഇച്ചിരി കടുപ്പം വേണമല്ലോ. കിട്ടാനും കടുപ്പം കിട്ടും, പക്ഷെ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. കുഴപ്പമുണ്ടായി കിട്ടും നീ അത് ചായപ്പൊടി. പക്ഷെ നീക്ക് അവിടെ നിന്ന് വാങ്ങിച്ച ചായപ്പൊടി ഇഷ്ടമായ? നമ്മൾ എവിടെ പോയിട്ടുണ്ടായിരുന്നു? സ്ഥലത്തിന്റെ പേരായിരുന്നു അല്ല വെള്ളാങ്കണ്ണി അല്ല. നമ്മൾ മലക്കപ്പാറ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടില് അവിടെ നമ്മൾ മലക്കപ്പാറ സൈഡിൽ നമ്മൾ പോയപ്പോ നമ്മള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ച ചായപ്പൊടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ അന്ന് നാൻസി വന്നപ്പോൾ നമ്മൾ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ മമ്മി ഒന്നും അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നാൻസി കുടിച്ച് കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞൂട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. ആ ഷോപ്പിന്റെ പേരെന്തായിരുന്നു? MNDT എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നമ്മൾ വാങ്ങിച്ചത് പാലടി. പാല് കഴിഞ്ഞല്ലോ. No one's in the bathroom right now. Oh, now before I have to go. ആർക്കെ ചായ വേണമെന്നല്ലേ? Come back for it. Round 2. I'm gonna bring my coffee. Okay. ഇനിയും ഫ്രിഡ്ജിൽ ഓരോ സാധനങ്ങൾ ഇരിക്കണല്ലോ. നമുക്ക് ഇത് കൊണ്ടോട്ടെ, ചെറിയ പോകുമ്പോ പിടിക്കാന്ന് പറഞ്ഞു. Yeah, ചെറിയ പിടിക്കാം. കഴുകണ്ടേ? കഴുകിട്ടുണ്ടോ? ഡിഷ് വാഷറിൽ വെച്ചിട്ട് പാത്രം നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. Yeah. ഞാൻ നല്ല എളുപ്പാ. നീ അവിടെ വീട്ടിൽ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഡിഷ് വാഷർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഡിഷ് വാഷർ അങ്ങനെ ഓണാക്കാറില്ല. കഴിഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ഒക്കെ ആയിട്ട് കിട്ടുമല്ലേ പാത്രത്തിന്റെ. പിന്നെ അടിയിലൊക്കെ കളറൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആണെങ്കിൽ എല്ലാ പാത്രവും അടിയിൽ ഞാൻ നല്ല തീയിൽ വെച്ചിട്ടുണ്ട് കത്തിക്കുക.
അപ്പൊ അടിയിലൊക്കെ ഇതിന്റെ കളർ മാറിയില്ല. എങ്ങനെയാണ് അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഈ ചെറുതായിട്ട് ഡിഷ് വാഷർ ഓണാണ്. പക്ഷെ അതിനകത്ത് ഒഴിക്കുന്ന ലിക്വിഡ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അതിനകത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് ലിക്വിഡ് ഒഴിക്കണ്ടേ? ആ അതാകെ പതഞ്ഞു പോവും. അത് കാരണം നമുക്ക് അതിനകത്തേക്ക് വേറെ സോപ്പ് വേണം. ഇപ്പൊ പാല് തീരാറായിട്ടുണ്ടെങ്കിൽ വാങ്ങണ്ട. പാല് വാങ്ങിക്കണോ? അയ്യോ ചോറ് കൂട്ടാൻ നീ പോയി ഡ്രസ് മാറ്. നീനക്ക് ഡ്രസ് മാറേ. നീന പോയി ഡ്രസ് മാറ്. ചെറി നീ ആണെന്ന് വാങ്ങിച്ചേ? ഷോപ്പിലേക്ക് വാങ്ങിച്ചു. മധുരണ്ടോ ചെറി? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല ബ്ലൂബെറി കിട്ടിയിട്ടുണ്ടായിരുന്നു. മകളുണ്ട് ടിക്ടോക്കിനെ കാണുന്നുണ്ടോ? ഇടാൻ വേണ്ടിട്ട് ഒരു തണുപ്പുണ്ട് കേട്ടോ. അത് ഇവിടെ കിടക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. കസേരേ ഡ്രസ് മാറി കഴിഞ്ഞാ എല്ലാവരും വേഗം മാറി പോണ്ടേ? ഡ്രസ്സുകളൊക്കെ തപ്പിപ്പിടിച്ച് എത്തണുള്ളൂ. അപ്പൊ അത് നമ്മുടെ ഈ പുറത്തുള്ള ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതാട്ടാ. ഇവിടെ ഇതേപോലെ തന്നെ കുറച്ച് ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒന്നും കാണാനില്ല. ഇവിടെ 5-6 ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിരുന്നാലും നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ശരിക്കും മഴയൊക്കെ വീഴുന്ന സമയത്ത് നല്ല സൂപ്പറായിരിക്കും. അതേപോലെ തന്നെ സ്നോയ്ക്ക് വീഴുന്ന സമയത്ത് ഇവിടെയൊക്കെ നിറച്ചിങ്ങനെ സ്നോ വീണ് നടക്കില്ല. അപ്പം നല്ല രസമുണ്ടാവും. പിന്നെ ഇവിടെ 2 ചെയറുകളൊക്കെ കിടക്കുന്നുണ്ട്. ചാരി കിടക്കാനുള്ള ചെയറൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, സമ്മറല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും ആൾക്കാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. റെഡിയായോ അനിയ ബ്രേക്ക്ഫാസ്റ്റ്? അങ്ങനെ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഊറ്റാൻ വേണ്ടിയിട്ട് പാത്രം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ പാത്രം ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ക്യാബിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇങ്ങനത്തെ ഓട്ടപാത്രം ഉണ്ടാവേ. അതെന്തിനാന്ന് വെച്ചാലുണ്ടല്ലോ, ചോറ് ഊറ്റാനല്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ പാസ്ത അങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിക്കുക. അപ്പൊ അത് നമ്മുടെ ചോറ് പോലെ തന്നെ നമുക്ക് ഊറ്റിയിട്ട് വെള്ളം കളയണമല്ലോ. അപ്പൊ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഇവിടെ ഈ ഓട്ടപാത്രം. അപ്പൊ അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വന്ന് കഴിയുമ്പോ വൈകിട്ട് നീയുടെ താറാവേറി ഉണ്ടെന്ന് ഇന്നലെ പറഞ്ഞില്ലേ, താറാവേറി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകട്ടെ. ഇതാട്ടെ ഈ വീടിന്റെ വഴിയാന്ന് പറഞ്ഞില്ലേ. ഇത് കുറെ ദൂരം ഇങ്ങോട്ട് വന്നാലാ, ഈ കാടിന്റെ ഉള്ളിൽ കൂടെ വന്നാലും നമ്മുടെ വീട്ടിലേക്ക് എത്തുള്ളായിരുന്നു കേട്ടോ. വരുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നല്ലോ. നമ്മള് മ്യൂസിയം അതവിടെ മാൻ നിൽക്കുന്നുണ്ട്. ഓടിപ്പോയി. അപ്പൊ രാവിലെ ഇവിടെ കുറെ മാൻ വരുന്നുണ്ടാവായിരിക്കും. സീനിക്ക് നമ്മളന്ന് വന്നപ്പോ കണ്ടിട്ട് ഈ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മള്. ഓ ഇവിടെ നിന്ന് ശരിക്കും കാണാൻ അവിടെ നിർത്താലും വേണ്ടെങ്കിൽ അവിടെയായിരുന്നു നമ്മള് ബൈക്ക് നിർത്തിയത് കണ്ടത്. വരുമ്പോ നിർത്താം. അങ്ങോട്ട് താഴത്തേക്ക് നല്ല രസമുണ്ട്. അവിടെ താഴത്തേക്ക് നോക്കി ഓടിക്കണം. ബൈക്കുകാര് കൊണ്ടുവരും. ഭയങ്കര റോഡല്ലേ. നിനക്ക് ഓടിക്കാൻ ഇഷ്ടാ? പൊന്നെ നീ പതുക്കെ പോടി. അലീനെ വന്നപ്പോ അലീനെ ഓടിച്ചത്. അപ്പൊ നമുക്ക് വേറെ പേടിയായിരുന്നു. അല്ല, ആരും ഓടിക്കുമ്പോൾ പേടിയാ, നീ ഓടിക്കാൻ മാത്രല്ല. ഇവിടെ നമ്മളൊന്ന് വന്നപ്പോ ബൈക്കുകാരോടെ നിൽക്കുന്നുണ്ട്. കുറെ ബൈക്കുകാർ. അപ്പൊ ഇവര് പറയായിരുന്നു കോസ്റ്ററിക്കല്ല റോഡ് ഇങ്ങനെയൊക്കെയാന്ന്. അപ്പൊ എന്റെ വിചാരം നമ്മള് മ്യൂസിയം കാണാനാണല്ലോ പോണത്.
ഈ റോഡ് ഓടിക്കുമ്പോ കുറച്ചുകൂടി പാടാണത്. ഓ ചെറിയ വണ്ടിയാവുമ്പളല്ലേ. ഇത് 4-wheel drive ആണല്ലോ. ഓക്കെ ഓക്കെ. ഇത് നമ്മൾ ഇവിടെ റോഡ് പണിക്ക് ഇതിനെ കളഞ്ഞിട്ടല്ലേ, അപ്പൊ ഓടുമ്പോ ഒരു ഇതുണ്ട്. പെൻസിൽവേനിയ തീം. ആഹാ, ഇവിടെ പശു ഇതൊക്കെ ഉള്ള അങ്ങനത്തെ ഫാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോവാം, മൃഗങ്ങളുള്ള സ്ഥലം. ഇവിടെ യാർഡ് സെയിലൊക്കെ ഉള്ളത് ഞാൻ തരാം. യാർഡ് സെയിൽ നോക്കാം. പിന്നെ ഇവിടെ അങ്ങനത്തെ എന്തെങ്കിലും ഫാം ഏരിയ ഒക്കെ ഉണ്ടാവും ചിലപ്പോ, പിക്കിങ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ചിലപ്പോ. ഇപ്പുറത്തുണ്ട് വരണം, ഈ സൈഡിലുണ്ട് വരണം, പിന്നെ ആ സൈഡിലുണ്ട് വരണം. ഇവിടെ നല്ല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ സൈഡ് നോക്ക്. ഓ അവിടെ കൊറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പുറത്ത് തന്നെ. ഓ ഇത് ഇവിടെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിട്ട് അങ്ങനെ വെക്കുന്നത്. ഇവിടെ നല്ല രസമുള്ള നല്ല ക്യൂട്ട് നല്ല പഴയ വുഡിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ വെക്കൂട്ടോ ആൾക്കാര് വീട്ടില്. നമ്മള് ആവശ്യമില്ലാത്ത എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെയും ആൾക്കാർ അങ്ങനെ വെക്കാറുണ്ട്, യാർഡ് സെയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. അപ്പൊ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് ഉണ്ടാവുമല്ലോ. ചില സമയത്തൊക്കെ പോയിട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള ഈ ഫർണിച്ചറുകളൊക്കെ കിട്ടും പഴയതല്ലേ. ഇവിടെ പിന്നെ കൂടുതലും ഇങ്ങനെ പ്രായമായ ആൾക്കാരൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ അവർ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെ കുറെ സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ മരിച്ചു പോകുമ്പോ ചിലപ്പോ സ്വത്തുക്കൾ ചിലപ്പോ മൊത്തം ഇങ്ങനെ വേറെ ആർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും അല്ലെ, ഗവൺമെന്റിന്റെ അങ്ങനെയൊക്കെ എഴുതി വെക്കും. ഇവിടെ കുറെ സെയിലുകളൊക്കെ ഉണ്ട്, എല്ലായിടത്തും സെയിലാണ്. ഇപ്പൊ സമ്മർ തുടങ്ങണേന്റെ ഒരു സെയിലാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ കൂടുതൽ ഡ്രസ്സുകള് സാധനങ്ങളൊക്കെ ആട്ടെ, എല്ലാ സാധനങ്ങളും അവർ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ വെക്കാല്ലേ ആൾക്കാർക്ക്. നമ്മുടെ നാട്ടിൽ പക്ഷെ എല്ലാ ആൾക്കാരും സാധനങ്ങളൊന്നും കളയൊന്നുമില്ല, എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കും. കുറേ സാധനങ്ങൾ ഉണ്ടാവും വീട്ടില് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവിടെ നിന്ന് നോക്കിയിട്ട് നോക്കിയേ, മല ഹില്ല് നോക്കിക്കേ, അത് നല്ല സൂപ്പറായിട്ടുണ്ട്. അവിടെ നല്ല ഡ്രസ് ജ്യൂസ് ഉണ്ട് അവിടെ മമ്മി. ഇവിടെ പാർക്ക് ചെയ്താലോ, ഇവിടെ പാർക്കിംഗ് സ്പോട്ട്. എന്നിട്ടപ്പോ കഴിക്കണ്ടേ? There was juice over there near the coffee shop. വരുമ്പോ കുടിക്കാം. വരുമ്പോ കുടിക്കാം. എനിക്കൊരു ചായ വേണം. ഇത് ഇവിടുത്തെ ഒരു ഡൗൺ ടൗൺ ആട്ടാ. ഇവിടെ അടുത്തടുത്ത് ഇങ്ങനെ കുറെ കടകളും ഒക്കെ ഉണ്ട്, കുറെ പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണാം ഇവിടെ. നല്ല രസം. Can I go left or no? ഇല്ല അവര് പിരിവിനൊക്കെ ഉണ്ട്. Oh, I see. അവിടെ അത് നോക്കിയാൽ റെസ്റ്റോറന്റ് ആണെന്നാണ്. Yeah, it's an American restaurant only. American restaurant വേണ്ടല്ലേ? No. This place seems very progressive though. Yeah, Milford. I know, I just saw a pride. അവിടുത്തെ വെതർ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. Adina, do you want to move here? No. Why not? I want to live on Long Island. Long Island ഇഷ്ടം? അലീനക്ക് Long Island ഇഷ്ടം? സിറ്റി ലീവ് ചെയ്യുന്നത് നിനക്ക് മറ്റേ സ്ഥലത്ത് വില്ലേജ് പോലത്തെ സ്ഥലത്ത് ലീവ് ചെയ്യുന്നത് ഇഷ്ടം? സിറ്റി നിനക്ക് ഇഷ്ടം? ഓക്കെ. നീക്ക് എനിക്ക് ചില സമയത്ത് സിറ്റി ഇഷ്ടം, ചില സമയത്ത് എനിക്ക് വീക്ക്ഡേയ്സ് എനിക്ക് സിറ്റി ഇഷ്ടം. നോ, അതിന്റെ വീക്കെൻഡ് ഒറ്റയ്ക്കാവുമ്പോ എനിക്ക് റൂറൽ സ്ഥലം ഇഷ്ടം. ഓക്കെ. നീനക്ക് സെയിം തന്നെ. സിറ്റിയാണ് ആണോ? ഓ വില്ലേജിൽ പോയി അത്ര രസം ഉണ്ടാവില്ല, പുറടിച്ചാവും. അപ്പൊ ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടേക്കാണ് പോണത്. ടിക്മൻ വാട്ടർഫാൾസ്. ടിക്മൻ വാട്ടർഫാൾസ്. അപ്പൊ അതിലേക്കുള്ള വഴിയാട്ടത്. അവിടെ നിന്ന് കുറച്ച് വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇത് ഫുള്ള് ഒരു ഫോറസ്റ്റ് പോലെയുണ്ട്. ഇവിടെ മൊത്തം അങ്ങനെ തന്നെയാണ്. പിന്നെ അവിടെ ട്രെയിൻ ഉണ്ട് തോന്നണം അല്ലേ? ഇതികൂടെയൊക്കെ നടക്കാം. ഇവിടെ അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ, നമുക്ക് നടക്കാൻ വേണ്ടിട്ട് കുറെ ട്രെയിൻ ഉണ്ടാവും. ഇവിടെ വാട്ടർ വെള്ളം പോകുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഇങ്ങനത്തെ വെള്ളച്ചാട്ടമൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണല്ലോ. പക്ഷെ ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ.
ഇവിടെ കുറേ കാട്ടുപൂ നിൽക്കുന്നുണ്ട്. അത് ഇവിടെ നിൽക്കണ നോക്കിക്കേ, എന്ത് രസം നോക്കിക്കേ. ഞാൻ വരണ വഴിക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. കാട്ടുപൂവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സൂപ്പർ ഭംഗിയാ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടിക്മൻ വാട്ടർഫോൾ വിസിറ്റേഴ്സ് സെന്റർ, റെയിൽവേ വാട്ടർ ക്യാമ്പ്. പണ്ടൊരിക്കൽ നിങ്ങൾ പോയപ്പോഴല്ലേ അവിടെ പോയ This is cute. അപ്പോൾ ഇതായിട്ട് നമ്മുടെ വാട്ടർഫോൾസ്. ഇവിടെ ഇതൊക്കെ ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതേ കുറേ മരങ്ങളൊക്കെ വീണെടുക്കുന്നുണ്ട്. ചെറിയൊരു വാട്ടർഫോൾ. എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് നടന്ന് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വലിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് കേട്ടോ വരുന്നത്. നടക്കാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. അതിങ്ങനെ കെട്ടിയിട്ടേക്കണേ, നല്ല മരം കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അടിപൊളി. എന്തൊരു സുഖം. അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല തണലുണ്ട്. It's good one. നമ്മുടെ വീട്ടിലുണ്ട് വയലറ്റ് പോലത്തെ. ഓ അത് അണ്ണാനാ. അത് കൂടി പോയി. അണ്ണാനല്ലേ അത്? ചിക്മങ്ക. അയ്യോ അത് മേരുന്നോ. അവിടെ ചെന്നിരിക്കില്ലേ മോളെ? നോ നോ നോ, നീ അവിടെ വീഴു. നീ വേണ്ട. നോ വേണ്ട വേണ്ട, എടുക്കണില്ല. നീയാ എടുക്കാണ്. എന്റെ പൊന്നു മോളെ, നീ കൈ വിടരുതിട്ടാ. എന്റെ കാര്യം ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ലതായിരിക്കും കേട്ടോ. നീ പറഞ്ഞ പോലെ വിരിയും തോന്നണം. അത് നല്ല രസമുണ്ട്. ഇവിടെ ഒരു ചെടി നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പൂ വിരിയും തോന്നണം. നമ്മുടെ വീട്ടിലാരനെ ഉണ്ട്. അട്ട ഇപ്പം അല്ലാന്ന് തോന്നുന്നത്. എന്തായാലും നടക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിട്ടാ. Stop. Be normal. I can't be normal. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഇങ്ങോട്ടേക്ക് നടന്നിട്ടാ. ഫുള്ള് നമ്മൾ വീഡിയോ പിടിക്കണില്ല. ഇതിപ്പോൾ കഴിയാറായിട്ടുണ്ട് കേട്ടോ നടക്കല്. രണ്ട് സൈഡിലും ഒരു ചെടി നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ പൂ വിരിയെന്ന് വിചാരിക്കണോ. നമ്മുടെ വീട്ടിൽ നമ്മളൊരു വയലറ്റ് കളർ പൂവ് നമ്മൾ കഴിഞ്ഞത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതിൻ്റെ ഇല പോലെ നിൽക്കണത്. അതിൻ്റെ മുട്ടണ ഈ വന്നേക്കണേ. ഈ ഇല പോലെ. പക്ഷെ ഒറ്റ സ്ഥലത്തും പൂവില്ലല്ലോ. ഒറ്റ പൂവില്ല. ആ കെട്ടി വെച്ചേക്കണ ട്രെയിൽ കഴിഞ്ഞൂടാ. ഇനി ഇതാ സാധാരണ ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് സാറാ ഇവിടെ ചെറിയ ചെറിയ പുഴുക്കൾ ചില സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. അത് കാരണം അവർ പേടിക്കുന്നത്. ഫോർസേട്ടൻ അങ്ങോട്ടേക്ക് നടന്നു പോയി. ഞങ്ങളിവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. നല്ല തണല ഇതിൻ്റെ ഉള്ളിൽ. അതേപോലെ തന്നെ നല്ല തണുപ്പും. അവിടെ വെള്ളം ഈ വെള്ളത്തിന് അങ്ങനെ നല്ല കളറല്ല കേട്ടോ. ഒറ്റ കളറാണ്. ഓ ഇതാണെന്നാണ് ഇതിൻ്റെ എൻഡ്. എവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഫോർസേട്ടനൊക്കെ അങ്ങോട്ടേക്ക് നടന്നു പോയിട്ടുണ്ട്. ചെറിയൊരു വാട്ടർഫോളാണ്. പക്ഷേ നമ്മളത് നടന്നു വരുന്നത് അവിടെ നിന്ന് മുകളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ അങ്ങോട്ടേക്ക് മുകളിലേക്കൊക്കെ കയറി പോകുന്നുണ്ട്. ആ അത് ഭയങ്കര സ്ലോപ്പി ആയിട്ടുള്ള സ്ഥലമാട്ടോ അത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ
ഈ മുകളിലേക്ക് അങ്ങോട്ടേക്ക് കുറെ കയറാനുണ്ടെന്ന് തോന്നുന്നു. ബോസേട്ടൻ ഞങ്ങളെക്കാളും മുമ്പ് നേരത്തെ ഓടി വന്നു. എന്ത് പ്രശ്നം ഇതെങ്ങനെ മുകളിലേക്ക് കുറേ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. കുറേ സ്റ്റെപ്പ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത് അടുപ്പിച്ചാണ് സ്റ്റെപ്പുകളൊക്കെ കെട്ടിയേക്കണേ. പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെയിലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ മുകളിലേക്ക് കയറി വന്നു കേട്ടോ. എന്ത് രസമായിട്ടല്ലേ കെട്ടി വെച്ചേക്കണേ നോക്കിക്കേ. ഇത്രയ്ക്ക് ഏരിയൊക്കെ ഇങ്ങനെ മരമൊക്കെ വെച്ചിട്ടേ കെട്ടിയെടുക്കാനൊക്കെ നല്ല പാട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നത് അടിയിൽ നിന്ന് ഓരോ കാല് മരത്തിൻ്റെ കാലൊക്കെ പൊന്തിച്ച് കെട്ടിയേക്കണത്. നീ അമ്മ ഫ്രണ്ടിലേക്ക് നോക്കട്ടെ. അങ്ങനെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടേക്ക് നമ്മുടെ വീടെടുത്താണെങ്കിൽ എല്ലാ ദിവസവും വാക്കിങ്ങിന് വരായിരുന്നു ഇവിടെ. അടിപൊളി സ്ഥലം, സൂപ്പർ. ഓ ഇനി ഇത് ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ പോവാട്ടാ. നമ്മൾ വെള്ളച്ചാട്ടം കണ്ടില്ലേ, ആ സൈഡിലേക്കാണ് ഇത് പോകേണ്ടത്. അവിടെ റെയിൽ കണ്ടില്ലേ. ബോസേട്ടൻ ഭയങ്കര സ്പീഡാണ്. ബോസേട്ടൻ ഞങ്ങളെക്കാളും മുമ്പ് ഓടി വന്നത്. ഇവിടെ നമ്മൾ അതിൽ മുമ്പ് വന്നിട്ടില്ലേ ബോസേട്ടാ? വന്നിട്ടില്ലല്ലേ? പുതിയ സ്ഥലമാണ്. ഇതേപോലെ സ്ഥലത്ത് നമ്മൾ ഇതേപോലത്തെ വേറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കുറേ വന്നിട്ടുണ്ട്. ഒരു വലിയൊരു മരം വന്ന് വീണെടുക്കണം നോക്കിക്കേ. ഓ മൈ ഗാഡ്, എത്ര മരങ്ങൾ വീണെടുക്കണേ നോക്കിക്കേ. ഈ മരത്തിന് പകുതി ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തേക്കാട്ടാ. ഈ ഒരു മരം മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ വലിയൊരു മരം വീണെടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ വെള്ളം പോണു. ഫ്രോഗാ എവിടെ? അല്ല ഫോഗ് എവിടെ? അല്ല ഫ്രോഗ് എവിടെയാ? ഞാൻ കണ്ടത്. ആ നോക്കിക്കേ. വലിയ മരമല്ല, അടിപൊളി. ആ മരത്തിൽ നിന്ന് മരം ഒടിഞ്ഞു വന്നേക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വലിയ കാടുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ബേറുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ? ബേറുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാ പറയുക, ഇതിൻ്റെ ഉള്ളിൽ നമ്മളാരും പിടിച്ചതായിട്ട് കേട്ടിട്ടില്ല കേട്ടോ. നമ്മളെ അറിയില്ല, ആൾക്കാരും പിടിച്ചതായിട്ട് കേട്ടിട്ടില്ല. കാരണം ഒരു രാത്രിക്ക് ഇറങ്ങുള്ളായിരിക്കും. ബോസേട്ടന് എന്തായി, ടയർഡായാ? ഓണ് ഇതൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് സുഖമാണ്, കയറാൻ വേണ്ടിയിട്ട് നല്ല പാടൊന്നുമില്ല കയറാൻ വേണ്ടിയിട്ട്. കാരണം ഇത് അടുപ്പിച്ചടുപ്പിച്ചുള്ള സ്റ്റെപ്പുകളാണല്ലോ, കയറാനൊക്കെ എളുപ്പം. പിന്നെ കാലുമ്പോൾ കുറച്ച് മസിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീരെ വേദന എടുക്കില്ല. കാലുമ്പോൾ നമുക്ക് തീരെ മസിലില്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കയറി ഓടൊക്കെ ചെയ്യുമ്പോൾ നല്ല. അപ്പോൾ നമ്മൾ അപ്പുറത്ത് നിന്ന് കണ്ടിരുന്ന വലിയ ഫോട്ടോ കൊണ്ട് നേരെ അടിയിലായിട്ട് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല ഫുള്ളായിട്ട്. അപ്പോൾ ഇവിടെ ഇലയുടെ കളറൊക്കെ മാറുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും അല്ലേ? നല്ല സൂപ്പറായിരിക്കും. നമ്മൾ പാളിലേക്ക് വരുമ്പോഴേ ഫുള്ള് ഇലയുടെ കളറൊക്കെ മാറിയിട്ട് അവിടെ മുകളിൽ നിന്നിട്ടും കാണാം നമുക്ക്. നല്ല വെയിലുണ്ട് അവിടെ. ആ ഇന്നിൻ്റെ കൊടി വയ്ക്കണം. ചന്ദ്രനിൽ ചെന്നു. ഏത് ഫ്ലാഗ് വയ്ക്കും നീ? നീ ഏത് ഫ്ലാഗ് വയ്ക്കും? ഓക്കെ.
അടുത്ത ആളും കയറിയിട്ടുണ്ട്. അടുത്ത ആള് ജിമ്മായിട്ട് കയറിയിരുന്നു. ഒന്നുകൂടെ നീക്ക് ഭയങ്കര മസിലുണ്ടെന്ന് പറയുന്നത്. നീ ജിമ്മിന് റെസ്ലിങ്ങിന് കുറെ സാധനങ്ങൾക്കൊക്കെ അവള് പോകുന്നുണ്ട്. അവളുടെ കഴിയുമ്പോൾ ഫുള്ള് മസിലാണ്. അവിടെ നോക്കിക്കാൻ അവിടെ ആൾക്കാർ നിൽക്കണില്ല. അവിടെ നിന്നിട്ടാ നമ്മളെ ഏറ്റവും ഇങ്ങനെ വെള്ളച്ചാട്ടം കാണിച്ചത്, ഫുള്ളായിട്ടുള്ള വെള്ളച്ചാട്ടം കാണിച്ചത് കണ്ട അവിടെ ആൾക്കാർ നിൽക്കണുണ്ട്. അവിടെ നിന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് ഈ സൈഡിലേക്ക് നമ്മൾ വന്ന കണ്ട അത്രയ്ക്ക് പൊക്കത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വന്നുട്ടാ. ഇനി അങ്ങോട്ടേക്ക് ഉണ്ട്. അതിങ്ങനെ ഒരു ട്രെയില് പോലെയാണ്. അതങ്ങനെ മുകളിലേക്ക് വേണമെങ്കിൽ അങ്ങനെ കയറാം. ഈ മരങ്ങളൊക്കെ ഈ പാറയുടെ ഉള്ളിൽ നിൽക്കണ നോക്കി അവിടെ നല്ല ഭംഗിയുള്ള ഒരു മഷ്റൂം കാണുന്നുണ്ട്. നമ്മുടെ തേൻ ഒഴിച്ച പോലത്തെ മഷ്റൂം. ഈ കളർ നമ്മൾ കണ്ടിട്ടില്ല പാപ്പ. അത് പോയിഷൻ മഷ്റൂമാണ്. വേണ്ട വേണ്ട അവള് പിന്നിൽ വന്നോളൂ. ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ടിരുന്ന ചൊറിയാൻ പോകും. അപ്പൊ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകണ്ടേ. ശരിക്കും നേരിട്ട് കാണുമ്പോഴാണല്ലോ അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കൊരു ഫീല് വരാം. എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കണം. നല്ല രസം. ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ ഇങ്ങനത്തെ വേറെ കുറേ സ്ഥലങ്ങളിൽ ഇതേപോലത്തെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട്. ഇങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ടാവും. അവിടുത്തെ ഇങ്ങനെ ഈ കല്ലുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും. ഇങ്ങനെ ചെത്തി ചെത്തി വെച്ചേക്കണ പോലത്തെ കല്ലുകളൊക്കെ ആയിരിക്കും. ഇതേ ഒരാൾ ഇവിടെ നിൽക്കണം, ഇതേ ഒരാൾ അവിടെ അറ്റത്ത് നിൽക്കണം. എന്താ രസമായിട്ടല്ലേ കെട്ടിയേക്കണേ. നമ്മുടെ നീന ചേച്ചി മുകളിലേക്ക് ഓടി കയറിപ്പോയിട്ടാ. നമ്മുടെ അലീന ചേച്ചി. ഇവിടെ ഒരു പേൻ സ്റ്റോറി ഉണ്ട്. ഈ വെള്ളത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴല്ലോ നല്ല തണുപ്പാ. എനിക്ക് തോന്നുന്നു വെള്ളത്തിനായിരുന്നാലും നല്ല തണുപ്പുണ്ടാവും തോന്നുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ ഒഴുക്കുകൾ കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഒഴുക്കുകൾ. മറ്റോടത്തായിരുന്നു വലിയ ഒഴുക്ക്. പക്ഷെ ഇത് വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല. പക്ഷെ ഇത് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കെട്ടിയൊക്കെ എടുത്തേക്കുന്നത് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത്. പോലെ തന്നെ അല്ലേ ഉണ്ടാവണുള്ളൂ. മൊത്തം ഇവിടെ പോയിരിക്കും. എന്ത് ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിട്ടത്. അവിടെ മൊത്തതാ ഉണ്ടാവണുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാട്ടർഫാളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാട്ടെ. ഇതുമ്പോൾ ഫുള്ള് പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാകും. നേരത്തെ പറഞ്ഞില്ലേ നല്ല ഭംഗിയോടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നീന നേരത്തെ ഓടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് നടന്നെങ്കിൽ ഈ കൊച്ചങ്ങോട്ട് ലോസ്റ്റായി കൊച്ചാന്നാണ് അപ്പനെ അമ്മേനെ അന്വേഷിക്കുന്നതാന്ന് തോന്നുന്നു. ഉള്ള അപ്പനെ അമ്മേനെ കണ്ടില്ലേ? No more, please. No more, please. Mommy, order.
ഇത് ഞാൻ ബ്രിഡ്ജിന്റെ മുകളിലായിട്ട് നിൽക്കുന്നത്. അവിടെ ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ. ഇത് കൂലിങ്ങണുണ്ടേ. അയ്യോ എന്താ ഷൈക്കിങ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാട്ടർഫാളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകാട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിറങ്ങി. ഇവിടെ എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആംബുലൻസും പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു ലൈനുള്ള അതിനെ മാറിപ്പോണ്ടല്ലേ. അവിടെ എന്തോ വണ്ടി ഇടിച്ചതാണ്. ഏത് സൈഡിലെ വണ്ടി ഇടിച്ചത്? ഈ വണ്ടി ഇടിച്ചതാണ്. മോട്ടോർ സൈക്കിൾ. അയ്യോ ഇയാൾക്കൊന്നും പറ്റിയോ? ആള് കാണില്ലല്ലോ. ഇതൊന്നും കണ്ടില്ലല്ലോ. ബ്ലഡ് ഒന്നല്ലേ. അത് അപ്പുറത്തേക്ക് വീണ് പോയിന്നോണല്ലേ. ഐസ്ക്രീം ഉണ്ട് പപ്പാ. Papa, is the flavor? This is blackberry cheesecake. ഓ ചീസ് അത്. This is pound cake. അപ്പോൾ ഞങ്ങൾ ഇവിടെ തിരിച്ചു പോണ വഴിക്ക് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതാ ഇവിടെ ഫുള്ള് കാണാം കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കിയേ. എനിക്ക് തോന്നുന്നു ഫാളിൻ്റെ സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലുണ്ട്. ഞാൻ എപ്പോഴും ഫാളെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിറച്ച ഇലകളൊക്കെ കാണുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ആ കളർ അങ്ങോട്ട് മാറി നല്ല ചുവന്ന കളറും പല കളറൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഇവിടെയൊക്കെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമായിരിക്കും. നല്ല രസമാണ്. ഇപ്പോഴും എന്താണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ വീടുകൾ നോക്കിയാൽ പിന്നെ ഇത് അവിടെ ഏറ്റവും അടുത്ത് ഞാനൊന്ന് ഫോക്കസ് ചെയ്തിട്ടാ. അപ്പോൾ കാണാട്ടാ ഇതാ ഏറ്റവും അടുത്ത് ഇതിൻ്റെ കുന്നിൻ്റെ ഏറ്റവും മുകളിലൊരു വീട് നിൽക്കുന്നുണ്ട. എൻ്റെ പോലെ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. അത് അവിടെ കണ്ട അതിൻ്റെ മുകളിലുണ്ട് ഒരു വീട്. അത് ഏറ്റവും മുകളിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ എങ്ങനെ എത്രയെന്ന് പറഞ്ഞൂടാ. അമ്പാ നമ്മളിത് ഒരുപാട് അകലെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പക്ഷേ ഇപ്പുറത്തെ വീടിൻ്റെ കുറച്ചും കൂടി വേറൊരു കളറാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കാണുന്നുണ്ട്. വേറെ ഒറ്റ വീടുകളും കാണുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് താഴേക്കൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടി കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ വേറെ വീടുകളൊക്കെ ഉണ്ട്. അതായിരുന്നാലും ഭയങ്കര മുകളിലായിട്ടാ. പിന്നെ അങ്ങോട്ട് താഴത്തേക്ക് എങ്ങനെ വീടുകളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ കുറേ വീടുകളുണ്ട്. പക്ഷേ ഏറ്റവും മുകളിൽ ആ 2 വീട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ചീസിൻ്റെ കൂടുതൽ ഇഷ്ടമായി. എല്ലാം ടേസ്റ്റ് ഉണ്ട്. ചീസിൻ്റെ കൂടുതൽ ടേസ്റ്റ്. അതിൻ്റെ ക്യാമറ നല്ല ടേസ്റ്റ്. അമ്മ ഇപ്പോഴും കഴിക്കാണോ? നമ്മളെ നിർത്തി. എനിക്കിപ്പോഴല്ലേ നിങ്ങൾ കഴിക്കാൻ തന്നോളൂ. If possible, make a legal U-turn and continue following Route 97. ഇല്ല മോളെ, അത് കയറാൻ വേണ്ടി പോയാ പോണ്ട. നീ എനിക്ക് തോന്നല്ലോ അതിന് കയറി പോകാൻ പറ്റുമോ. Turn left. We were in your stupid car, yeah, but not. വേണ്ട മോളെ, ഇത് I'm already up. Turn left. I guess it's the 4-wheel drive. This is what Costa Rica was like, mommy. The entire time. Yeah. And then Costa Rica മൊത്തം സമയം. അമ്മേ, നമ്മുടെ വണ്ടിയുടെ ടയർ അങ്ങനത്തെ ടയറൊന്നും അല്ല. Yeah, does it make the cars differently there or something? Because I don't know how it lasted that long. ഇത് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയാട്ടാ. ഇതിന് 2 വഴിയുണ്ട്. നമ്മള് ഇറങ്ങിയത് വേറെ വഴി കൂടെ ഒരു മരത്തിന്റെ വലിയ പീസൊക്കെ ഇറങ്ങും. Sorry. The paint job. ഇതെല്ലാം ഇത്
വണ്ടികൾ കേട്ടാറില്ല. ഇവിടെ നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ കേട്ടാ. ഉള്ളിൽ അങ്ങോട്ട് ചെന്ന് ഇറങ്ങി ഇറക്കാണ്ട് ഇറങ്ങി കഴിയുമ്പോ നമ്മുടെ വീടുണ്ട്. അമ്മ എനിക്കാ പതുക്കെ പോ. What if it's a dead end? How to take a U-turn? It says go. There's a lot of ഇതിന്റെ ഉള്ളിൽ കരടിയല്ല ഉണ്ടാവണേ, വേറെ വല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും. It's bear. ആ ബെയറിനെ കരടി എന്ന് പറയുന്നത്. You know? ഓ അത് വലിയൊരു പരുന്ത് പറന്നു പോണുണ്ട് നീ അവിടെ. Wow. ഓ This is safari, അത് mommy. ഭയങ്കര വലിയ സാധനമായിരുന്നു. ഇതെവിടെ വെള്ളമൊക്കെ വന്നു നടക്കണ്ടല്ലോ. അത് എവിടെ നിന്ന് വെള്ളം വന്നെ? from the lake. ഇവിടെ ലേക്ക് ഉണ്ടെന്ന് തോന്നേ നീ. ഓ കണ്ടോ വെള്ളം? No. Oh, into this river up there? ഇതിലുണ്ട്. അവിടെ മുകളില് വെള്ളം. Oh, it's like a waterfall. അവിടെ മുകളില് Yeah, no good. വാട്ടർഫോൾ ഉണ്ട്. Yes. We're like 1,000 short of road. നമ്മുടെ വീടെത്തണ്ടാവോ? How far is our ശരിക്കും വാട്ടർഫോൾ ഉണ്ടായോ അവിടെ? ഉണ്ടാവായിരിക്കുമല്ലോ. ഉണ്ടോ? അവിടെ വെള്ളം വന്ന് നിൽക്കില്ല. നമുക്ക് It's like a നടക്കാം. river? അതെ നമ്മുടെ Oh, വീടെത്തി. definitely. ഓ അത് പോയി നോക്കണമല്ലോ. ഈ വെള്ളം വരുന്നുണ്ട്. അത് നമ്മുടെ വീടല്ല. നമ്മുടെ വീട് This is not This is not ഓ our. ഇവിടെ നിറച്ച് വെള്ളമുണ്ടോ നീ? ഇതല്ല. Who lives there? കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്. എന്താ നമ്മുടെ വീട്? ഇപ്പൊ വല്ല കരടി ഒന്ന് ചാടി എന്ത് ചെയ്യും? വേറെ അതെ. Nina has solution for Yeah, everything. ആ. Should we put Nina out? No. I'm in the middle. Reach your destination in Hi, 500 feet. Hi, Kiki, Mommy. Your destination is on the left. എത്തി നമ്മുടെ വീട്. കുറച്ചുകൂടി അമ്പമ്പ. scenic outlook. എനിക്ക് നമുക്ക് ആ ഇവിടേക്ക് Oh my വരണം. god, it's a bear. വേറുണ്ടാ? Yes, look. Sorry, man. It's just funny. It's enough, Nina. Oh wait, there's no waterfall. വാട്ടർഫാൾ ഇല്ലേ? പക്ഷെ ഉണ്ടാവും ചിലന്തെങ്കിലും. അല്ലാണ്ട് അവിടെ വെള്ളം തന്നെ You've എങ്ങനെയാ? reached your destination. ഓക്കെ ചെറുതായിട്ട് വെള്ളം ഇവിടെ നിങ്ങൾ വരുന്നുണ്ടാവും മോളിൽ. I agree. No, yeah, I think so too. I didn't see one. കാരണം നമ്മുടെ അവിടെ നിന്നിട്ട് വീടിന്റെ അവിടെ നിന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോ അവിടെ റോഡ് സൈഡിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ It's your home. ആ അതപ്പോ നമ്മുടെ വീട് നമ്മള് കാടിന്റെ ഉള്ളിലേക്ക് കേറി അവസാനം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ കാർ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. Gosh, നമ്മളെത്തി. ഓക്കെ എത്തി. നമ്മുടെ വീട്ടിലെത്തി. നമ്മുടെ കാർ അവിടെ ഉണ്ട്. ആരും എടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ വീട്. ക്യാഷ്